ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിച്ചോടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫെറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഭാവിയിൽ ഇന്ധന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ നിർണായകമായ ചുവടുവയ്പായ കറ്റാമറൈൻ ഫെറി കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നിർമ്മിച്ചത്. തൂത്തുക്കുടിയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. भारत को हाइड्रोजन फ्यूल आधारित ट्रांसपोर्ट की तरफ ले जाने का जो हमारा मिशन है उसको कोच्चि शिपयार्ड और सशक्त कर रहा है. ഗുജറാത്തിന് കൈമാറുന്ന ഫെറി ആദ്യഘട്ടത്തിൽ വാരണാസിയിലായിരിക്കും സർവീസ് നടത്തുക. ഹരിത നൌക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രാജ്യത്തെ ആദ്യ തദ്ദേശീയമായ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സെൽ ഉൾനാടൻ ജലപാത കപ്പൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. കാഴ്ചയിൽ വാട്ടർ മെട്രോ ബോട്ടിന് സമാനം. വാട്ടർ മെട്രോയുടെ അതേ ഗതി നിർണയ നിയന്ത്രണ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഈ ബോട്ടിലുമുണ്ട്. എഞ്ചിനോ ജനറേറ്ററോ ഇല്ല. ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിൽ നിന്നുള്ള വൈദ്യുതിയിലാണ് പ്രവർത്തനം. 5 വൻ സിലിണ്ടറുകളിലായി 350 ബാർ മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൈഡ്രജൻ വാതകം ഫ്യൂവൽ സെല്ലിലേക്ക് കടത്തിവിടും. അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി നടക്കുന്ന രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുതി ഉണ്ടാകും. പുറംതള്ളുന്നത് ശുദ്ധമായ വെള്ളം മാത്രം. ഒരു തവണ ഇന്ധനം നിറച്ചാൽ 8 മണിക്കൂർ സഞ്ചരിക്കും. ഹരിത ഹൈഡ്രജന്റെ വ്യാവസായിക നിർമ്മാണം സജീവമാകുന്നതോടെ ഇന്ധന ചെലവും കുത്തനെ കുറയും. സാങ്കേതിക വിദ്യ അടക്കം ബോട്ടിന്റെ നിർമ്മാണത്തിന് 18 കോടി രൂപയാണ് ചെലവായിരിക്കുന്നത്. ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായി 75% തുക കേന്ദ്ര സർക്കാരാണ് നൽകിയിരിക്കുന്നത്. ശീതീകരിച്ച ബോട്ടിൽ 50 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. ശബ്ദരഹിതം, മലിനീകരണരഹിതം എന്നതെല്ലാം ഈ ബോട്ടിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ. മലയാളം ടെലിവിഷൻ, കൊച്ചി. ഏത് കൺട്രി സെലക്ട് ചെയ്യും, ഏത് യൂണിവേഴ്സിറ്റിയാണ് ബെസ്റ്റ്, എന്തിന് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ. പ്രോപ്പർ ഗൈഡൻസിലൂടെ ഇഷ്ടരാജ്യത്തേക്ക് പറക്കാം. ടോപ്പ് റാങ്കിംഗ് യൂണിവേഴ്സിറ്റീസ്, സ്റ്റുഡന്റ് അക്കോമഡേഷൻ ഫെസിലിറ്റി, എക്സ്പീരിയൻസ് കൺസൾട്ടൻസ്, 0 സർവീസ് ചാർജ്. അപ്ലൈ നൗ. മാർക്ക് ഇന്റർനാഷണൽ.